ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിക്ഷണറി എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ഡിക്ഷണറി എന്ന ടോപ്പിക്കാണ്. അപ്പം അതിൽ നമുക്ക് DICT എന്ന് പറയുന്ന ഡിക്ഷണറി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതിനൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് DICT എന്ന ഫംഗ്ഷൻ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ലിസ്റ്റ് ഓഫ് ടപ്പിൾസ് ആയിട്ടാണ് വാല്യൂസ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് ടപ്പിൾ ഓഫ് വാല്യൂസ് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ കീ ആൽഫബറ്റ്സ് ആണ് ഇടാനായിട്ട് പോകുന്നത്. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ്സ് ഇടാൻ പോവാണ്. അപ്പോഴത്തെ അതിൻ്റെ ഒരു വാല്യൂ ഇടാൻ പോവാണ്. ദെൻ നെക്സ്റ്റ് ഒരു കോമ ദെൻ അടുത്ത ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് അടുത്ത ഒരു കീ കൊടുക്കാം. ഞാൻ അടുത്ത കീ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത ആൽഫബറ്റ്. ദെൻ നെക്സ്റ്റ് ഒരു നമ്പർ അതിലേക്ക് കൊടുക്കുക. ഞാൻ ഒരു ടപ്പിൾ ഓഫ് വാല്യൂസും കൂടി അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഈ ഒരു ഡിക്ഷണറി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയാണ് DICT എന്ന് പറയുന്ന ഡിക്ഷണറി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് കേളി ബ്രേസസ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിൽ ഞാനിപ്പം A1 എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒരു കേളി ബ്രേസസ് ഇടുക. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ഒരു കീ കൊടുക്കുക. ദെൻ അതിലേക്ക് നമ്മൾ അതിന്റെ വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ കീ എന്ന് പറയുന്നത് ഇപ്പം സ്ട്രിംഗ് മാത്രമല്ല, നമുക്ക് കീ എന്ന് പറയുന്നത് വേറൊരു നമ്പർ ആയിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഡിക്ഷണറി കേളി ബ്രേസസ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് അങ്ങനെ ഒരു empty ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇത് നമ്മൾ മുന്നേ സെറ്റ് പഠിക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റ് നമ്മളൊരു കേളി ബ്രേസസിന്റെ ഉള്ളിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കീ ആൻഡ് വാല്യൂസ് പെയേഴ്സ് ഉണ്ടാവത്തില്ല. ജസ്റ്റ് യൂണിക് ആയിട്ടുള്ള എലമെന്റ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു empty ആയിട്ടുള്ള സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് empty ആയിട്ട് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കേളി ബ്രേസസ് മാത്രം ഇട്ടാൽ മതി. ഇങ്ങനെ കേളി ബ്രേസസ് മാത്രം ഇട്ടാൽ അത് എന്താണ്, അത് സെറ്റ് ആവത്തില്ല, അത് ഡിക്ഷണറി ആണ് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഓഫ് A2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാരിയബിൾ എന്താണെന്നുള്ളത് നമുക്ക് തരും. ഇപ്പൊ നമ്മൾ ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തത് സിപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പം അതിന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമുക്കൊരു കീന്റെ ലിസ്റ്റ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു വാല്യൂടെ ലിസ്റ്റും ആവശ്യമുണ്ട്. ഞാൻ കീ ലിസ്റ്റിന് എന്ന പേര് കൊടുക്കാൻ പോവാണ്. അപ്പം കീന്റെ ലിസ്റ്റ് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി വാല്യൂന്റെ ലിസ്റ്റ് ഞാനൊരു 100, 200, 300 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതിൽ A3 എന്ന് പറഞ്ഞൊരു വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഡിക്ഷണറി എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് അതിലേക്ക് സിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ സിപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കീന്റെ ലിസ്റ്റ് കൊടുക്കണം, രണ്ടാമത് ഞാൻ വാല്യൂന്റെ ലിസ്റ്റ് കൊടുക്കണം. അപ്പം എൻ്റെ കീന്റെ ലിസ്റ്റ് ABC ആണ് വരുന്നത്, വാല്യൂ ലിസ്റ്റ് 100, 200, 300 ആണ് വരുന്നത്. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് സിപ്പ് ചെയ്തിട്ട് അത് എടുത്തോളും. എന്നിട്ട് ഞാൻ ഇതിന്റെ A3 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ABC എന്ന് പറയുന്ന കീസ് ഉള്ള ഒരു ഡിക്ഷണറി അവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. ഇനി അടുത്തൊരു മെത്തേഡ് ഡിക്ഷണറി കോംപ്രഹെൻഷൻ ആണ്. അപ്പം അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് നമ്മൾ ഒരു എക്സ്പ്രഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കേളി ബ്രേസസ് ഇട്ടു. അതിൽ നമ്മൾ കീ എന്താണ് കൊടുക്കേണ്ടത്, ആദ്യം കീ എന്താണെന്നുള്ളത് പറയണം, പിന്നെ അതിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് പറയണം. ഞാൻ കീ രണ്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ അതിന്റെ സ്ക്വയർ ആയിട്ട് വരണം, അതായത് 4 ആയിട്ട് വരണം. അങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ എക്സ് എന്നുള്ളത് എവിടുന്ന വരുന്നത് എന്നുള്ളത് പറയണം. അതിന് ഞാൻ ഫോർ എക്സ് ഇൻ റേഞ്ച്, ഞാനിപ്പോൾ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പം ഈ റേഞ്ച് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതറിയില്ലെങ്കിൽ മുന്നത്തെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഇത് നമ്മൾ ആദ്യം കീ കൊടുക്കാം, കീ എന്താണെന്നുള്ളത് കൊടുക്കുക, എന്നിട്ട് ഈ സൈൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഞാനിവിടെ ഇപ്പം ഒറ്റ വാരിയബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിൽ ഒറ്റ വാരിയബിൾ അല്ലാണ്ട് നമുക്ക് മൾട്ടിപ്പിൾ വാരിയബിൾസ് എക്സ് ആൻഡ് വൈ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ രണ്ട് ലൂപ്പ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാൻ ഇതിൽ A5 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിന്റെ ആ നമ്പർ നമുക്ക് കീ ആയിട്ടും അതിന്റെ സ്ക്വയേഴ്സും നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടും. ഇപ്പം എനിക്കിതിൽ രണ്ട് ആൾക്കാർ ഉപയോഗിക്കണം എന്ന് വിചാരിക്കുക. അതായത് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ വാരിയബിൾ ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു എന്താ പറയാ ഒരു ലിസ്റ്റ് കോംപ്രഹെൻഷൻ മെത്തേഡ് വഴി ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൽ A6 എന്ന് പറഞ്ഞ ഒരു പേര് കൊടുത്തിട്ട് ഒരു വാരിയബിൾ നെയിം കൊടുത്തു. എന്നിട്ട് ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ എക്സ് ഇസ് ടു വൈ, ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നോക്കുന്നത്. എക്സ് ഇസ് ടു വൈ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഫോർ എക്സ് ഇൻ റേഞ്ച് 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് അടുത്തൊരു ലൂപ്പ് വെച്ചിട്ട് ഫോർ വൈ ഇൻ റേഞ്ച് 10. നമുക്ക് 10 വേണ്ട, നമുക്കിപ്പം 10ന് പകരം നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് 100 കൊടുക്കാം. ദെൻ എൻഡിങ് പോയിന്റ് നമുക്ക് 10 കൊടുത്തോക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇതിൽ ഡിക്ഷണറി, ഇപ്പം ഇതിൽ 100 to 110 കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും എലമെന്റ്സിന്റെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ആവുമെന്ന് നോക്കാം. നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിക്ഷണറി, അതായത് എക്സ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ഫംഗ്ഷനിൽ നിന്നാണ് വരുന്നത്, ആൻഡ് വൈ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ച് ഫംഗ്ഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, 100 to 110 വരെയുള്ള റേഞ്ച് ഫംഗ്ഷനിൽ നിന്നാണ് വൈ വരുന്നത്. അപ്പം ആ റേഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്.
അപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാനിപ്പം y എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ y ഒരു റേഞ്ച് ഓഫ് ഫംഗ്ഷൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ട് റേഞ്ച് ഫംഗ്ഷൻ മാത്രമാണ് ഇതിൽ വെക്കുന്നത്. എന്നിട്ട് ഞാൻ പിന്നെ ഒരു ഒരു ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് കൊടുക്കാനായിട്ട് പോകണം, ഈ രണ്ട് റേഞ്ച് ഫംഗ്ഷൻ. അപ്പോൾ ഫോർ എക്സ് കോമ വൈ ഇൻ സിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. സിപ്പ് രണ്ട് റേഞ്ചസ് കൊടുക്കാണ്. ഓക്കെ, ഫോർ എക്സ് കോമ വൈ ഇൻ സിപ്പ് രണ്ട് റേഞ്ചസ് കൊടുക്കാണ്. ആദ്യത്തെ റേഞ്ച് കൊടുത്തു, രണ്ടാമത്തെ റേഞ്ച് കൊടുത്തു. അപ്പം എക്സിലേക്ക് ഇതും വരും, വൈയിലേക്ക് അത് വരും. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്തിട്ട് എങ്ങനെ വരുന്നതെന്നുള്ളതൊന്നും കൂടി നോക്കാം. അപ്പൊ നമുക്ക് എക്സിലേക്ക് 0, 1, 2, 3, 9 വരെയുള്ള നമ്പേഴ്സ് വന്നു. അപ്പോൾ തന്നെ വൈയിലേക്ക് 100, 101, 102 എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ നമ്പേഴ്സ് വന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ലിസ്റ്റ് കോംപ്രഹെൻഷൻ, ഡിക്ഷണറി കോംപ്രഹെൻഷൻ വഴി നമുക്ക് ഇങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വലിയ റേഞ്ചസിൽ നമുക്ക് ഒരുപാട് എലമെന്റ്സ് വെച്ചിട്ട് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഡിക്ഷണറി ഡോട്ട് ഫോം കീസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അതില് നമുക്ക് നമ്മൾ ഇതിൽ ചെയ്യുന്നത് നമ്മൾ എല്ലാ സെയിം വാല്യൂ, അതായത് വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. നമ്മൾ മുന്നേ ഡിക്ഷണറി കോംപ്രഹെൻഷൻ വെച്ചിട്ട് വൈ ക്രിയേറ്റ് ചെയ്ത പോലെ വാല്യൂ സെയിം ആയിരിക്കും, കീസ് മാത്രമേ മാറ്റത്തുള്ളൂ. അപ്പൊ കീസ് നമുക്കൊരു സീക്വൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിതിൽ എ ഇസ് ഈക്വൽ ടു DICT ഡിക്ഷണറി ഡോട്ട് ഫോം കീസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതിലൊരു റേഞ്ച് ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അല്ല, വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് കീസ് ആയിട്ട് വരും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 100 ആയിരിക്കും. അങ്ങനെ ഒരു ഡിക്ഷണറി ആണ് ഇതിൽ ക്രിയേറ്റ് ആവുന്നത്. ഇനിയിപ്പം ഇതിൽ സീക്വൻസ് ആയിട്ട് ഞാനിപ്പോൾ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കീ ലിസ്റ്റ് കൊടുക്കാന്ന് വിചാരിക്കും. ഓക്കെ, ABC എന്ന് പറയുന്ന ഒരു കീ ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഞാനത് ഇവിടെ കൊണ്ടുപോയിടാണ്. എന്നിട്ട് ഈ കീ ലിസ്റ്റിന്റെ പേര് ഞാൻ ഇതിൽ കൊണ്ടുപോയിടാണ്. ഈ സീക്വൻസിന്റെ സ്ഥലത്ത് നമുക്ക് ഒരു ലിസ്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് വരും. അപ്പം എനിക്കിതിൽ ABC എന്ന് പറഞ്ഞ കീസിൽ 100 എന്ന് പറഞ്ഞ വാല്യൂസ് കയറിയിട്ട് വരും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിക്ഷണറി ഡോട്ട് ഫോം കീസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിക്ഷണറി ഒരു സിംഗിൾ വാല്യൂ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കീസ് വരുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഡിക്ഷണറിയുടെ തിയറി പാർട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കീസ് എപ്പോഴും യൂണിക് ആയിരിക്കണം, അതൊരിക്കലും റിപ്പീറ്റ് ആയിട്ട് വരരുത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എന്താ പറയാ, അത് ഇമ്മ്യൂട്ടബിൾ ആണ്, അത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്ക് വാല്യൂസ് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, അതിന് റിപ്പീറ്റ് അടിച്ചിട്ട് വാല്യൂ വരാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് പ്രത്യേകതകൾ അതിനുണ്ട്. അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആക്സിംഗ് എലമെന്റ്സ് ഫ്രം ഡിക്ഷണറി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് മെത്തേഡ്സ് നമ്മൾ മുന്നേ തിയറി പാർട്ടിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കീ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് എ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വാല്യൂ എടുക്കാൻ നോക്കാം. ഇപ്പൊ ഞാനിപ്പം 100 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ നോക്കാണ്. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം, അതിൻ്റെ ഉള്ളിൽ അതിന്റെ കറസ്പോണ്ടിങ് കീ കൊണ്ടുവരാം. അപ്പൊ എന്റെ കീ വരുന്നത് ബി ആണ്. ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 100 കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കീ ഉപയോഗിച്ചിട്ട് അതിന്റെ വാല്യൂ എടുക്കുന്നത്. ഇനി അതല്ലാണ്ട് നമ്മൾ മുന്നേ കുറച്ച് മെത്തേഡ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ്, ഡിക്ഷണറി ഡോട്ട് വാല്യൂസ് പറഞ്ഞിട്ട്. അപ്പം ആ ഒരു മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വരുന്നത് ഡിക്ഷണറി ഡോട്ട് ഐറ്റംസ് ആണ്. അതായത് ഡിക്ഷണറിയുടെ പേരേക്ക് ഒരു ഡോട്ട് ഇടാം. അപ്പം എന്നിട്ട് നമ്മൾ ഐറ്റംസ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക എലമെന്റ്സ്, ലൈക്ക് അതിൻ്റെ ഉള്ളിലത്തെ കീ വാല്യൂ പെയേഴ്സ് നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് ടപ്പിൾ ആയിട്ട് കിട്ടും. ഇനി അതുപോലെ നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഡിക്ഷണറി ഡോട്ട് വാല്യൂസ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള വാല്യൂസിന്റെ ഒരു ലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിൽ പിന്നെ കീസ് എന്ന് പറയുന്ന മെത്തേഡാണ്. അപ്പൊ നമുക്ക് കീസിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, പിന്നെയാണ് മൾട്ടിപ്പിൾ എലമെന്റിന് എടുക്കുന്നത്. പിന്നെ ഇതിൽ സിംഗിൾ എലമെന്റിന് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഡിക്ഷണറി പേര് കൊടുക്കുക, ഡോട്ട് ഇടുക, എന്നിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് വാല്യൂനാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ കറസ്പോണ്ടിങ് കീ കൊണ്ടുപോയി കൊടുക്കാം. ഞാനത് ആ കീ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് എനിക്ക് അവിടെ കിട്ടും. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതല്ല നെക്സ്റ്റഡ് ഡിക്ഷണറി ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ നെക്സ്റ്റഡ് ഡിക്ഷണറി ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇതന്നെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. വി കൊടുക്കുക, അതിൻ്റെ ഉള്ളില് ഇതിന് ഞാൻ പേരൊന്ന് മാറ്റി കൊടുക്കാണ്. A1, ഇവിടെ A1 ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ 100ന്റെ സ്ഥാനത്ത് ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊണ്ടുപോയി കൊടുക്കാണ്. അല്ലെങ്കിൽ ഒരു വേറൊരു ഡിക്ഷണറി കൊണ്ടുപോയി കൊടുക്കാണ്. ലൈക്ക് ഇതിൽ ഞാൻ വന്നിട്ട് ഫസ്റ്റത്തെ ABC എന്ന് പറഞ്ഞിട്ടൊരു കീ കൊടുത്തു. അതിന് ഞാൻ കറസ്പോണ്ടിങ് ഒരു 2000 വാല്യൂ കൊടുത്തു. ദെൻ അടുത്ത എലമെന്റ് ആയിട്ട് ഞാൻ എടുത്തത് BCD എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു എലമെന്റ് കൊടുത്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3000 വാല്യൂ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു നെസ്റ്റഡ് ഡിക്ഷണറി, ഇപ്പൊ ഇതിനാണ് നെസ്റ്റഡ് ഡിക്ഷണറി പറയുന്നത്. അതൊരു ഡിക്ഷണറിയുടെ ഉള്ളിൽ വീണ്ടും ഒരു ഡിക്ഷണറി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ നെസ്റ്റഡ് ഡിക്ഷണറിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എങ്ങനെ എലമെന്റ്സിനെ പുറത്തേക്ക് എടുക്കാന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ പുറത്തുള്ള ആ ഒരു എലമെന്റ്, ആ ഒരു കീനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പം ഇതിന്റെ പേര് വരുന്നത് A1 എന്നാണ്. എന്നിട്ട് പുറത്തുള്ള ആ ഒരു
എലമെന്റിനെ ഞാൻ സെലക്ട് ചെയ്തു. അത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് എടുക്കുന്നത്. എന്നിട്ട് ഉള്ളിലത്തെ ഞാൻ ബി സി ഡി എന്ന് പറഞ്ഞ എലമെന്റിനെ എടുക്കാൻ പോവാണ്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കാൻ പോവാണ്. അപ്പൊ അതിന് ഞാൻ ആ ഒരു എലമെന്റ് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ബി സി ഡി എന്ന് പറഞ്ഞ കീ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 3000 കിട്ടും. നമ്മൾ എ ഓഫ് ബി മാത്രമാണ്, അതായത് ബി മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ആ ഉള്ളിലെടുക്കുന്ന ഡിക്ഷണറി ഫുള്ളും കിട്ടും. അതിൻ്റെ ഉള്ളിലത്തെ ഏതെങ്കിലും എലമെന്റിനെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് ആ എലമെന്റിനെ സെലക്ട് ചെയ്യും. ഞാൻ എ ബി സി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ബി സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ 2000. ഓക്കെ, എനിക്കിപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കീസിനെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ ഈ A1 എന്ന് പറയുന്ന ഈ ഒരു ഡിക്ഷണറിയിൽ നിന്ന് എ ബി എന്ന് പറയുന്ന രണ്ടാൾക്കാരെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യണം. അതിൽ നമ്മളിപ്പം ഞാൻ കീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതിലേക്ക് ഞാൻ ഫസ്റ്റ് എനിക്ക് ആവശ്യമുള്ള കീസ് ഇടാണ്. ഓക്കെ, ഇപ്പം കെ എന്ന് പറയുന്ന കീ വേണം, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന കീ കൂടി വേണം. ക്യാപിറ്റലായിട്ട് ബി ആണ് വരുന്നത്. എന്നിട്ട് ഈ രണ്ട് ഇതിട്ടിട്ട് പിന്നെ ഞാൻ ഡിക്ഷണറി കോമ്പൗണ്ട്സ് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിൽ ഞാനിപ്പോൾ ഒരു പേര് C1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ എൻ്റെ എം ടി ഡിക്ഷണറി എടുത്തു. ഇതിൽ എൻ്റെ കീ എന്താണ് വരേണ്ടത്, എൻ്റെ വാല്യൂ എന്താണ് വരേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ A1 എന്നുള്ള ഡിക്ഷണറിയിലാണ് ഒറിജിനൽ കീസ് എടുക്കുന്നത്. അപ്പോൾ ആ പേരാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കീനെ എടുക്കണം. ഓക്കെ, അപ്പോൾ കീ വരുമ്പം ഓരോ കീ വരുമ്പോഴും ആ കീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ A1 എന്ന് പറഞ്ഞ ഡിക്ഷണറിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ അതാണ് ഇതിൽ ചെയ്യുന്നത്. എന്നിട്ട് ഫോർ കെ ഇൻ ഇത് ഈ കീ എന്ന് പറയുന്നത് നമ്മൾ എവിടുന്ന് എടുക്കണേന്നുള്ളത്, കീസ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന കേകളെ മാത്രം എടുത്താൽ മതി. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുത്തിട്ട് പുതിയൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ C1 വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കണ്ടോ, എ ബി എന്ന് പറയുന്ന ആൾക്കാർ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു കീ കറസ്പോണ്ടിങ് അതിന്റെ വാല്യൂസിനെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ലിസ്റ്റ് കോംപ്രഹെൻഷൻ വെച്ചിട്ട് മൾട്ടിപ്പിൾ എലമെന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് വേറൊരു മെത്തേഡ് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്നത് പോപ്പ് മെത്തേഡ് ആണ്. എലമെന്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ്. അപ്പൊ അതിൽ നമ്മൾ ഞാൻ C2 എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അതിൽ ഞാൻ വന്നിട്ട് എൻ്റെ A1 എന്ന് പറഞ്ഞ ഡിക്ഷണറി എടുത്തു. ഡോട്ട് പോപ്പ് എന്ന് പറയുന്ന ആ ഒരു ആളെ എടുത്തു. എന്നിട്ട് പോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ രണ്ടാൾക്കാരെ കൊടുക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് എൻ്റെ കീ കൊടുക്കുക. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന കീ ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എലമെന്റിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ A1 എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് എ എന്ന് പറയുന്ന കീനെയാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഞാൻ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അപ്പൊ എനിക്ക് ആ ഒരു വാല്യൂ ഇതിൽ പോപ്പ് ചെയ്തിട്ട് വരും. ഓക്കെ, അപ്പം ഇത് ഞാൻ C2 ഇനി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ C2ൽ ആ ഒരു കറസ്പോണ്ടിങ് വാല്യൂ പോപ്പ് ചെയ്തിട്ട് കിട്ടും. ഓക്കെ, അപ്പം പോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനി നമ്മൾ A1 എന്ന് പറയുന്ന ആ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് എ എന്ന് പറയുന്ന ആ ഒരു കറസ്പോണ്ടിങ് കീ വാല്യൂ ബയാസ് പോയിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് പോപ്പ് ചെയ്ത് കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോപ്പ് ചെയ്ത് കിട്ടും, പോപ്പ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ അതാണ് പോപ്പ് മെത്തേഡ് വരുന്നത്. ഇനി നമുക്കിനി അടുത്തൊരു മെത്തേഡ് ഇതിൻ്റെ ഉള്ളിൽ ലൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം A1 തന്നെ നമുക്ക് ലൂപ്പ് ചെയ്യാം. ഈ ലൂപ്പ് മെത്തേഡ് ഭയങ്കര ഈസിയാണ്. അപ്പം ഞാനിതിൽ ഫോർ ഐ ഇൻ A1 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഈ ഐ എന്ന് പറയുന്നത് അതിന്റെ എന്താ എല്ലാ കീസും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ കീസ് എനിക്ക് കിട്ടും. എനിക്ക് എൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ I2 അപ്പോൾ ഇതിൽ ഞാനൊരു കോമിടാം. പിന്നെ നമ്മൾ എന്നിട്ട് അതിന്റെ A1 നിന്ന് എയും കൂടി സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കറസ്പോണ്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ കൂടി എനിക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ലൂപ്പിംഗ് ഉപയോഗിച്ചിട്ട് ഡിക്ഷണറിയുടെ ഉള്ളിലത്തെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ആഡിങ് ആൻഡ് അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ടു എ ഡിക്ഷണറി, ഹൗ ടു റീനെയിം എ കീ ഓഫ് എ ഡിക്ഷണറി, ഡിലീറ്റിംഗ് ഓർ റിമൂവിംഗ് എലമെന്റ്സ് ഫ്രം എ ഡിക്ഷണറി, പിന്നെ കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സ് ആണ്. അപ്പോൾ നമുക്ക് അത് അടുത്തൊരു വീഡിയോയിലായിട്ട് നോക്കാം. അപ്പം ഇത്രയും പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.